മയക്കുമരുന്നിനെതിരെ പ്രതികരിച്ചതിന് യുവാവിന് നേരെ വധഭീഷണി. താമരശ്ശേരി പുതുപ്പാടി സ്വദേശി ഷംനാദിനാണ് ലഹരി മാഫിയയുടെ ഭീഷണി നേരിട്ടത്. ഫോണിൽ വിളിച്ച് കായികമായി നേരിടുമെന്നാണ് ഭീഷണി. ഭീഷണി വകവയ്ക്കാതെ ലഹരിക്കെതിരായ പോരാട്ടം തുടരുമെന്ന് ഷംനാദ് മീഡിയ വണിനോട് പറഞ്ഞു. ഷിബില വധക്കേസിന് പിന്നാലെ ഈ ലഹരിക്കെതിരെ ശബ്ദിച്ചതിൻ്റെ പേരിൽ ലഹരിക്കെതിരെ പ്രതികരണങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ ഒരു വധഭീഷണി നേരിട്ടിരിക്കുകയാണ് കോഴിക്കോട് താമരശ്ശേരി പുതുപ്പാടി സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ്. അദ്ദേഹം പൊതുപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷംനാദ്, എന്താണ് ഉണ്ടായത്? നമ്മുടെ ഈ അടുത്ത കാലത്തായി താമരശ്ശേരിയിലെ ഷഹബാസ് കൊലപാതകം, അതിൽ ഉമ്മയെ കൊന്ന ആഷിഖിൻ്റെ കൊലപാതകം, അത് ഇന്നലെ നടന്ന യാസർ ഷിബിലയെ കൊന്ന കൊലപാതകവും ബന്ധപ്പെട്ടും ഇതുമായി നിരന്തരം നമ്മൾ 1-2 മാസമായിട്ട് ഈ ലഹരിക്കെതിരെയുള്ള കൃത്യമായ ഒരു പോരാട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറിയാണ്, അതുപോലെ ഇവിടെ പൊതുപ്രവർത്തകനാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ നിൽക്കുന്ന ഒടുങ്ങാക്കാട് പള്ളിയുടെ ലഹരി വിരുദ്ധ കമ്മിറ്റിയുടെ അങ്ങനെ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ലഹരിയുമായി കൃത്യമായ ഒരു പോരാട്ടത്തിൽ തന്നെയായിരുന്നു. മുഖ്യധാര ചാനലുകളൊക്കെ ഒരുവിധം ചാനലുകളൊക്കെ നമ്മൾ ബൈറ്റ് കൊടുത്തിരുന്നു. ലഹരിക്കെതിരെ പോരാട്ടത്തിൽ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന രീതിയിലേക്കുള്ള ഒരു മെസ്സേജാണ് പൊതുസമൂഹം. അതേമാതിരി നിരന്തരം നമ്മൾ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അത് നിരന്തരം 2-3 ദിവസം കുറേ കാലമായിട്ട് എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ലഹരിക്കെതിരെ പോരാട്ടത്തിൽ തന്നെ. അതിൻ്റെ ഭാഗമായി ഇന്നലെ ഒരു നമ്മുടെ ഷിബിലയുടെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞു. നോമ്പ് തുറന്ന് ഇന്നലെ വീട്ടിൽ പോയി കിടക്കുന്ന സമയത്ത് ഏകദേശം കൃത്യം പുലർച്ചെ 2:15 ഒരു അസമയത്തായിരുന്നു എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികയും അപ്പോൾ എന്നോട് ചോദിച്ചു ഷംനാദ് അല്ലേ എന്ന് ചോദിച്ചു. അതേ ഷംനാദാന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഇന്നലെ ലഹരിക്കെതിരെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് കുറച്ച് ഓവറാണ് ആ രീതിയിലേക്കുള്ള, അതായത് നമ്മളെ ഈ ഒരു സംഭവത്തിൽ നമ്മളെ ലഹരിക്കെതിരെ പോരാട്ടത്തിലാണ്. അപ്പം ഇതിൻ്റെ ഒരു ബാക്കി പത്തോണം കഴിഞ്ഞ ഉമ്മയെ കൊന്ന ആഷിഖിൻ്റെ കൊലപാതകം നടന്നിട്ട് അടിവാരത്തിലൊക്കെ ശക്തമായിട്ട് ലഹരിക്കെതിരെ പോരാട്ടം ഉണ്ടായിരുന്നു. അതിൽ തന്നെ അവിടെയുള്ള ഇതേമാതിരി ഒരു പൊതുപ്രവർത്തക വോട്ടർ എന്ന നിലക്ക് അയാളെയും ഇതേമാതിരി നിരന്തരം ലഹരി ടീം ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആരാന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് വൈകാതെ നിങ്ങൾ മനസ്സിലാവും, നിങ്ങൾ പുതുപ്പാടി തന്നെയാണല്ലോ, അപ്പോൾ ആരാന്ന് നിങ്ങൾ വൈകാതെ. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇവർ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ഇവർ വിളിച്ചത്. ഒരാളല്ല, ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നാണ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഓപ്പൺ എയർ എന്നുള്ള കോളാണ്, നമുക്കൊരു റൂമിൽ നിന്നുള്ള കോളല്ല, നമുക്ക് അതിൻ്റെ ഒരു കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇവർ അങ്ങോട്ടും കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കോളാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എവിടുന്നാന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അടുത്ത് എൻ്റെ ഭാര്യയൊക്കെ ഉള്ള ഒരു സമയത്ത് നമുക്ക് കൂടുതലൊരു അങ്ങോട്ട് വയലൻ്റായി സംസാരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ട്. അപ്പോൾ നമ്മളെ ഭാര്യയൊക്കെ അടുത്ത് ഉള്ള സമയമാണല്ലോ, ആ സമയമാണല്ലോ. അപ്പോൾ അവരെയും പേടിപ്പെടുത്തേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ കൂടുതലായിട്ട് ഒന്നും ഇതേപോലെ സംസാരിച്ചു. അപ്പോൾ ഇവരെ ഏകലക്ഷ്യം എന്നുള്ള ഒരു വധഭീഷണിയിലേക്കാണ് തരുന്നത്. അപ്പോൾ എന്തായാലും ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചു, ഈ വിഷയം നമ്മൾ അറിയുന്ന നേരം വെളുത്ത് തന്നെ നമ്മുടെ പാർട്ടി നേതൃത്വത്തെ ഇവിടെ അത് പൊതുപ്പയുടെ സേവ് പുതുപ്പാടി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, അതിലൊക്കെ അറിയിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വിഷയമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ധൈര്യം. കാരണം വളർന്നു വരുന്നൊരു തലമുറയുണ്ട്. അതേമാതിരി നമുക്കറിയാം താമരശ്ശേരിയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ക്രിമിനൽ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവിടെ ലഹരി എത്തുന്നത്? അതായത് നമ്മുടെ ഈ പുതുപ്പാടി എന്നെ സംബന്ധിച്ചോളം ഞങ്ങൾ നിൽക്കുന്ന ഈ ഒടുങ്ങാക്കാട് പള്ളിയുടെ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ വയനാട്ടിലേക്ക്. അതായത് താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞാൽ പുതുപ്പാടി പഞ്ചായത്തിലാണ്. അപ്പം ഏറ്റവും അന്യ സംസ്ഥാനത്തുനിന്ന് ലഹരിയാണ് ഇവിടെ എത്തിച്ചേരുന്നത്. കാരണം വെച്ചാൽ ചുരം കേന്ദ്രീകരിച്ചാണ് ഇവിടെ ഇങ്ങോട്ട് വരുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, പ്രായം ഒന്നും ഒരു വ്യത്യാസമില്ല. 13-12 വയസ്സ് തൊട്ടുകൊണ്ട് ലഹരി കടിമപ്പെട്ടുവെന്ന് ഒരു സംഗതി വന്നു. നമുക്ക് തന്നെ അറിയാം, കേരളം മൊത്തം ചർച്ച ചെയ്ത ഷഹബാസ് കൊലപാതകത്തിൽ ആ കുട്ടികൾ പറഞ്ഞ ഒരു മെസ്സേജ് ഉണ്ട്. അതായത് ഈ നമുക്ക് ഒരു ആൾക്കൂട്ട കൊലപാതകമാണ് ഇത് നിയമപരം. അത്രക്കും കുട്ടികൾ എന്താണ് ഈ നിയമത്തെ പോലും എന്താ പറയുക, അവർക്കറിയാം ഒരു പുല്ല് വിലാണ്. ഇപ്പോൾ അടുത്ത കാലത്തിന് 2 ദിവസം മുമ്പ് നമ്മുടെ നാട്ടിൽ ലഹരി പിടിച്ചു. വാർത്താ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്ത കൊടുക്കുകയും ചെയ്തപ്പോൾ ഇന്നലെ ഞങ്ങൾ രാവിലെ വിളിച്ചു നോക്കുമ്പോൾ ആ പയ്യൻ എന്തുണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നിയമം. ഇതിൻ്റെ ഒരു പരിധി വരെ നമ്മളെപ്പോലെ പൊതുപ്രവർത്തകന്മാർ ഈ വിഷയത്തിൽ ഇറങ്ങുകയും നിയമപാലം ഇറങ്ങുന്ന സമയത്ത് ഭീഷണിപ്പെടുത്തുന്ന ഒരു പരിധി വരെ നമ്മളെ നിയമത്തിൻ്റെ തെറ്റായ ഒരു പ്രവണത, ഈ നിയമം മാറ്റി എഴുതിയാൽ മാത്രമേ ഈ ഇത്തരക്കാർക്കെതിരെ ശക്തമായി എന്താ പറയുക മുന്നോട്ട് പോകാൻ. എന്നാലും നമ്മളൊരു കാര്യം ഉറപ്പിച്ചു, ശക്തമായിട്ട് തന്നെ ഈ വിഷയ ലഹരിക്കെതിരെ വരുന്ന ഒരു തലമുറക്കും നമ്മുടെ ഭാവി സുരക്ഷിതമാണ്. ലഹരിക്കെതിരെ ശക്തമായി പോരാട്ടത്തിനായി മുന്നോട്ട് പോകും. ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെയാണ് പോകും. അതിന് എൻ്റെ പാർട്ടിയും അതേമാതിരി ഇവിടുത്തെ പൊതുസമൂഹവും മാലിന്യ കമ്മിറ്റി ശക്തമായി തന്നെ എൻ്റെ കൂടെയുണ്ട്. ഏതായാലും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും ഭീഷണിയൊന്നും വകവെക്കാതെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഷംനാദ് പറയുന്നത്. ക്യാമറാമാൻ ഷബീർ ഖലീലിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.